ഒരുപാട് മധുരിക്കുന്ന ഓർമ്മകൾ എനിക്കായി ബാക്കി വച്ചിട്ട് പോയ ഒരാളാണ് പഴവിള രമേശൻ അവர்கள். പലപ്പോഴും ഓർക്കാൻ പറ്റുന്ന, ഓർത്തുകൊണ്ടിരിക്കാവുന്ന ഓർമ്മകൾ. അതിൽ ഒരെണ്ണം ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. അദ്ദേഹവുമായിട്ട് പരിചയപ്പെടുന്ന ആദ്യ നിമിഷം. അത് ചട്ടമ്പിസ്വാമികളുടെ ആശ്രമമാണ് പന്മന. ആ വാർഷികം വലിയ വലിയ സാഹിത്യകാരന്മാരോടൊപ്പം പഴവിള രമേശനൊക്കെ ഉണ്ടായിരുന്ന അവിടെ സാഹിത്യ സമ്മേളനങ്ങളിലും കവിയരങ്ങളും ഒക്കെ നടക്കൊണ്ടിരിക്കുക. അപ്പോൾ കടമ്മനിട്ട പടയണിയിലെ ഒരു കോലം, കാലങ്കോലം അവതരിപ്പിക്കണമെന്ന് അതിൻ്റെ സംഘാടകർ ആവശ്യപ്പെട്ടതനുസരിച്ച് ഞാൻ അവിടെ ചെന്നപ്പോൾ ഈ സ്വല്പം താമസിച്ചു പോയി. സാഹിത്യ സമ്മേളനം കഴിഞ്ഞു കവിയരങ്ങൊക്കെ കഴിഞ്ഞ് വിനയേന്ദ്രനുണ്ട്, കടമ്മനിട്ട രാമകൃഷ്ണൻ, പല ആഴ്ചയായിട്ടുള്ളതൊക്കെ ഉണ്ട്. കഴിഞ്ഞ് ആളുകൾ അവിടെ നിന്ന് എഴുന്നേറ്റ് കൊട്ടയ്ക്ക് ഷെഡിന് പുറത്തേക്ക് വരാൻ ആരംഭിക്കുക. അപ്പോഴാണ് ഞാൻ എൻ്റെ സംഘത്തോട് ചെല്ലുന്നത്. ഉടൻ തന്നെ അത് വിളിച്ച് പറഞ്ഞു, കടമ്മനിട്ട വാസവൻപിള്ള സാർ വന്നിട്ടുണ്ട്, ഇപ്പോൾ തന്നെ പടയണിയുടെ കാലങ്കോലം അവതരിപ്പിക്കുന്നതാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ക്ഷണിക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അങ്ങോട്ട് കയറിയിട്ട് എന്താ പറയുക, ആരും വലിയ പരിചയമില്ല. തീ കറുകത്തക്ക തെത്ത തെത്ത കിതക്കിത്തി കുക്കുത്തക്ക തകിത്തം തൊങ്കത്ത ഇത് പാടി അങ്ങോട്ട് കഴിയുകയും പുറത്തേക്ക് ഇറങ്ങിയ ആളുകൾ എന്തോ ഒരു പ്രേരണയാൽ അകത്തേക്ക് വരികയാണ്. അകത്തേക്ക് ഒരു സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. അപ്പോൾ കാലങ്കോൾ പടയണിയുടെ ഒരു ഇൻട്രഡക്ഷനാണ് ഞാൻ ആരംഭിക്കുന്നത്. ആ ഇൻട്രഡക്ഷൻ അങ്ങോട്ട് തുടങ്ങി ഒരു 5, 6, 7 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പറയുന്നതാരാണ്, അവതരിപ്പിക്കുന്നതാരാണ്, ആസ്വദിക്കുന്നതാരാണ് എന്നറിയാൻ വയ്യാത്ത വിധം അരങ്ങും സദസ്സും കൂടെ ഒന്നായിട്ട് മാറുന്ന ഒരു അത്ഭുതമായ കാഴ്ച അവിടെ ഉണ്ടായി. തുടർന്ന് ഞങ്ങൾ കാലങ്കോലം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവതരിപ്പിച്ച് കഴിഞ്ഞ് ഞാൻ ഓഫീസിൽ വന്നപ്പോൾ ഒരു സുഹൃത്ത് എന്നോട്, സാറേ പടയണിയെക്കുറിച്ച് ഒരു ചെറിയ പുസ്തകം എഴുതി തരാമോ? ഞാൻ പറഞ്ഞു, പടയണിയെക്കുറിച്ച് ചെറിയ പുസ്തകമൊന്നും എഴുതാൻ എനിക്ക് പുസ്തകം എഴുതിയിട്ടുള്ള ശീലമില്ല. പിന്നെ ഒരു പുസ്തകം എൻ്റെ ആയിട്ട് ഇറങ്ങിയിട്ടുള്ളൂ. ഇതിപ്പോൾ പടയണിയെക്കുറിച്ച് ഒരുപാട് ആശയങ്ങൾ എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. അതിനകത്ത് ഒരുപാട് സംഗതികളുണ്ട്. പക്ഷെ അതെല്ലാം മാറ്റി ഒരു ചെറിയ പുസ്തകമായിട്ട് എങ്ങനെ എഴുതുന്നത് എനിക്കറിഞ്ഞുകൂടെ. പടയണിയെ സംബന്ധിക്കുന്ന ഒരു പുസ്തകം ഞാൻ എഴുതിത്തരാം. അതിനകത്ത് എൻ്റെ വാചകങ്ങളൊന്നും കാണില്ല. എൻ്റെ ഗുരുക്കന്മാരെ, എനിക്ക് പടയണി പറഞ്ഞിട്ടുള്ള ഗുരുക്കന്മാരുടെ വാക്കുകൾ മാത്രമേ കാണുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആ വന്ന് ചോദിച്ച കക്ഷി അദ്ദേഹമാണ് പഴവിള രമേശൻ എന്ന് പറയുന്ന കക്ഷി. അദ്ദേഹം ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരാളാണ്. അദ്ദേഹമാണ് എന്നെ പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്യുന്ന ഒരാൾ. അപ്പോൾ എന്നോട് ഇങ്ങനൊരു പുസ്തകം എഴുതുക, എന്നോട് പറഞ്ഞ് എനിക്ക് അതാണ് ഞാൻ ഓർക്കുന്നത് എപ്പോഴും, സാറിൻ്റെ ഇഷ്ടം പോലെ ചെയ്യുക. പക്ഷേ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ഒരുപാട് ലിമിറ്റേഷൻസൊക്കെ ഉള്ള അന്നുമുണ്ട് ഇന്നുമുണ്ട്. ഇതൊന്നും വകവയ്ക്കാതെ പഴവിള രമേശൻ സാർ എന്നോട് പറയുകയാണ്, സാറിൻ്റെ ഇഷ്ടം പോലെ ചെയ്യുക, ഞങ്ങൾ പ്രസിദ്ധീകരിക്കാം. ആ വാക്ക് എൻ്റെ 1985 മറ്റാണ് ആ വാക്ക് പറയുന്നത്. ആ വാക്ക് ഇന്ന് ഞാൻ വളരെ ഒരു രസകരമായ രീതിയിൽ വളരെ ഇഷ്ടത്തോടു കൂടി ഓർത്ത് വെക്കുന്നൊരു വാക്കാണ്. അപ്പോൾ അവിടെ ഈ പുസ്തകം ഞാൻ എഴുതിയെന്ന് പറയുമ്പോൾ ഗുരുക്കന്മാർ പറഞ്ഞ കാര്യങ്ങൾ, പടയണി എന്നൊരു സാധനമാണ് എഴുതിയത്. പടയണി എന്ന് പറഞ്ഞ പുസ്തകം ഒരു അനുഷ്ഠാന കലാരൂപത്തിൻ്റെ വിവിധങ്ങളായ വശങ്ങൾ അത് കണ്ടുകൊണ്ടിരിക്കുന്ന രീതിയിൽ കാണാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു രീതി, ആ രീതിയിലാണ് എഴുതിയത്. അപ്പോൾ അതിൻ്റെ അവതാരി എഴുതിയിരിക്കുന്ന ഈ അയ്യപ്പണിക്കർ സാറാണ്. അയ്യപ്പണിക്കർ സാറിനകത്ത് എഴുതിയിരിക്കുന്ന ഇതുപോലൊരു പുസ്തകം ആദ്യമാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതുപോലെ ആ പുസ്തകത്തിൻ്റെ ഈ പ്രസിദ്ധീകരണം പഴവിള രമേശനാണ് നടത്തുന്നത്. അപ്പോൾ എന്നോട് ചോദിച്ചു, പടയണി എന്നുള്ള വാക്കാണോ ശരി സാറേ, പടയണി എന്നുള്ളതാണോ? ഞാൻ പറഞ്ഞു, രണ്ടും പറയാം. പടയണി എന്ന് പറയാം, പടയണി എന്ന് പറയാം. പടയണി എന്ന് പറഞ്ഞാൽ പട്ടാളക്കാരൻ്റെ കലാരൂപമാണെന്ന് നിങ്ങൾക്ക് ധരിക്കും. പക്ഷേ പടയ്ക്ക് പട്ടാളക്കാരൻ മാത്രമല്ലല്ലോ അർത്ഥമുള്ളത്. പടച്ചോറില്ലേ, പടച്ചോറ് നിവേദ്യമല്ലേ, പടച്ചവൻ സൃഷ്ടിച്ചവനല്ലേ,
അങ്ങനെ പടയ്ക്ക് ഒരുപാട് വേറെ അർത്ഥങ്ങളുണ്ട്. ആ അർത്ഥം വെച്ച് നോക്കിയാൽ നിവേദ്യങ്ങളുടെ നിര എന്ന അർത്ഥത്തിൽ പടയണി എന്നൊരു വാക്ക് നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ പട സൃഷ്ടിയാണ്, പടയണി അതാണ് അതവിടെ പറഞ്ഞു. അദ്ദേഹം എൻ്റെ പല അഭിപ്രായങ്ങൾ കൊണ്ട് വന്നിട്ടും പടയണി എന്നുള്ള വാക്കല്ല സ്വീകരിച്ചത്, പടയണി എന്നുള്ള വാക്ക് തന്നെ എൻ്റെ പുസ്തകത്തിന് സ്വീകരിച്ച് അദ്ദേഹം പണ്ട് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു ബന്ധം അന്നും ഇന്നും. പിന്നെ എന്നോട് ഈ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ ചെയ്യാത്തൊരു കാര്യം, ഇപ്പോൾ വരവിളയായിട്ട് മാത്രം ചെയ്തതാണെന്ന് എനിക്ക് തോന്നുന്നത്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഈ പുസ്തകം എഴുതി കൊടുക്കുക, പുസ്തകം പ്രസിദ്ധീകരിക്കുക എന്നുള്ള കവിഞ്ഞിട്ട് ഒരു പണി അവർക്കില്ല. പക്ഷേ ഞാൻ പുസ്തകം എഴുതിയപ്പോൾ എനിക്ക് എൻ്റെ ആശാനെ ഓർക്കാതിരിക്കാൻ വയ്യാതെ വന്നു. അതൊരു വാക്കുകൊണ്ട് 2 വാക്കുകൊണ്ട് പറ്റാതെ വന്നു. അങ്ങനെ വന്നപ്പോൾ എൻ്റെ ആശാൻ എന്ന ഒരു ലേഖനം ഞാൻ ഈ പുസ്തകത്തിൻ്റെ മുന്നോടിയായിട്ട് എഴുതി. അത് ചേർത്തേ ഒക്കുമെന്ന് ഞാൻ നിർബന്ധമല്ല, ചേർക്കണമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ യാതൊരു വൈമനസ്യവും കൂടാതെ പഴുവിള എൻ്റെ ആശാൻ എന്ന് പറയുന്ന ആ ലേഖനം ആ പുസ്തകത്തിൻ്റെ ആദ്യം തന്നെ ചേർത്ത് എന്നെ അനുഗ്രഹിക്കുകയും ചെയ്തിട്ടുള്ള കക്ഷിയാണ്. അങ്ങനെ ഈ ഓർത്ത് വരുമ്പോൾ ഒരുപാട് അനുഭവങ്ങൾ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് മീറ്റിങ്ങുകൾ ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് കവിയരങ്ങളിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഞാൻ തിരുവനന്തപുരത്ത് ചെന്ന് കഴിഞ്ഞാൽ റേഡിയോയിലൊക്കെ പ്രോഗ്രാം ഉണ്ടാവുകയും അപ്പോൾ ഏതെങ്കിലും കാരണവശാൽ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ അന്ന് പഴവിള രമേശൻ്റെ വീട്ടിൽ പോകാതെ തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് വരുന്ന രീതിയില്ലായിരുന്നു. അപ്പോൾ പഴവിള രമേശൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ചില സൽക്കാരങ്ങളൊക്കെ ഉള്ളതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അദ്ദേഹത്തിൻ്റെ സ്ഥിരമായിട്ടുള്ള സംഗതി അദ്ദേഹം ഉപയോഗിച്ചില്ലെങ്കിൽ പോലും, വീട്ടിലില്ലെങ്കിൽ പോലും അത് സംഘടിപ്പിച്ച് ആ ഒരു സ്നേഹം, അത് ഒരു സ്നേഹത്തിന് അപ്പുറത്തെ ഒരു ബന്ധം പഴവിളയുമായിട്ട് എനിക്കുണ്ടായിരുന്നു. അത് അവസ്ഥ പക്ഷേ മരിച്ചപ്പോൾ എനിക്ക് അതറിഞ്ഞില്ല. എനിക്ക് വരാനോ പ്രസംഗിക്കാനോ പറ്റിയില്ല. ഞാൻ അതിന് ഒരാഴ്ചയ്ക്ക് മുമ്പ് ആ വീട്ടിൽ വന്നിരുന്നതാണ്. ആ വീട്ടിൽ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ വീട്ടിലില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ പോയത് എവിടെയാണെന്ന് അവരെ രാധ എന്ന് ഫോൺ ചെയ്ത് വിളിച്ചിട്ട് എളുപ്പം വാ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ ഇരിക്കുന്നത് കൊണ്ട് വന്നിട്ട് എന്നെ സഹകരിച്ച് ഒരു രീതിയാണ് അതിന്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ ഒരു ദിവസം കിടന്ന് ഉറങ്ങിയിട്ടുമുണ്ട്. എനിക്ക് എൻ്റെ ഈ ഏതോ ഒരു സിനിമയുടെ സംഗതിക്കകത്ത് ഇപ്പോൾ അത് ഈ മരിച്ചുപോയ ലെനിൻ രാജേന്ദ്രൻ്റെ ഒരു സംഭവം. അപ്പോൾ എന്നെ കൂടെ വിളിച്ചാൽ എന്താ അഭിനയിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയാനൊക്കെ ആയിട്ട് അങ്ങനെ ചെന്ന ഉള്ള അദ്ദേഹം ഒരു മുറി പൂട്ടിയിട്ട് പോയി. ആ സമയത്ത് ആ ദിവസം ഞാൻ പഴയവളുടെ വീട്ടിലാണ് താമസിച്ചത്. എനിക്ക് വേണ്ട എല്ലാവിധ സഹകരണങ്ങളും ചെയ്തു തന്ന ഒരു വ്യക്തി, എപ്പോഴും ഓർമ്മയിൽ നിന്ന് മാഞ്ഞു പോവാത്ത ഒരു വ്യക്തിത്വം, ഒരു രൂപം, ആ പഴയവളുടെ രൂപം എൻ്റെ മനസ്സിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുകയാണ്. പഴയവള മരിച്ചിട്ട് ഇപ്പോൾ 1 വർഷം കഴിയാൻ പോവുകയാണ്. 13-ാം തീയതിയാണ് 1 വർഷം തികയുന്നത്. ആ അവസരത്തിൽ പഴയവിളയെക്കുറിച്ച് ഓർക്കാനും പഴയവിളയെക്കുറിച്ച് 2 വാക്കുകൾ സംസാരിക്കാനും ഇതിൻ്റെ സംഘാടകരെ എന്നെ കൂടി ഉൾപ്പെടുത്തിയതിൽ എനിക്കുള്ള അഗൈതമായ നന്ദി കൂടി രേഖപ്പെടുത്തട്ടെ. നമസ്കാരം.